Hi students, welcome to our channel Ken Queen and my name is Anjali. Okay, അടുത്തത് ഈ ചാപ്റ്ററിൻ്റെ ഒരു കോർ പാർട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൊല്യൂഷനിലെ സൊല്യൂട്ടിൻ്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. ഒരു സൊല്യൂഷനിൽ സോൾവെൻറ്റ് എങ്ങനെയായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, സൊല്യൂട്ടിൻ്റെ നേച്ചർ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, സൊല്യൂട്ടിൻ്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ലാസ്റ്റ് വൺ ഓസ്മോട്ടിക് പ്രഷർ. അല്ല, ഓസ്മോട്ടിക് പ്രഷർ മാത്രം ഇത്തിരി ഡിഫറെൻ്റ് ആണ്, ബാക്കിയെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് അത് മൂന്നുകൂടെ ഞാൻ ഒരുമിച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം എഴുതി ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആദ്യം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു സോൾവെൻറ്റിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സോൾവെൻറ്റ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് വേപ്പേഴ്സ് ഉണ്ട് അല്ലേ, അങ്ങനെയാണോ നമ്മൾ അതിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്, ആ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. ആ വേപ്പർ പ്രഷർ നല്ലോണം ഉണ്ടാകും. ആ സോൾവെൻറ്റിലേക്ക് നമ്മൾ കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ വേപ്പർ പ്രഷർ കുറഞ്ഞു പോകും, കാരണം അതിൻ്റെ കുറച്ച് സ്ഥലത്ത് ആ സൊല്യൂട്ട് ഓക്കുപ്പൈ ചെയ്ത് പോയില്ലേ. അതുകൊണ്ട് ആ സോൾവെൻറ്റ് പ്യുവറായിട്ട് ഇരിക്കുമ്പോൾ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനേക്കാൾ കുറവായിരിക്കും അതിലൊരു സൊല്യൂട്ട് ആഡ് ചെയ്താൽ. ശ്രദ്ധിക്കണം, ആ സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആയിരിക്കണം, അതായത് സൊല്യൂട്ട് വേപ്പർ പ്രഷറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കേസിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പ്യുവർ സോൾവെൻറ്റിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ ആക്കുമ്പോൾ വേപ്പർ പ്രഷർ എന്തെയും കുറയും. അതിനെയാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ദെൻ റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ മറ്റൊരാളായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി. എങ്ങനെ കണ്ടുപിടിക്കാം? പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കൂടുതലാണ്, അപ്പോൾ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിൽ നിന്ന് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെൽറ്റ പി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, റിലേറ്റീവ് ലോവറിംഗ് ആണ്, വിത്ത് റെസ്പെക്ട് ടു മറ്റൊരാളെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്യുവറിന് വിത്ത് റെസ്പെക്ട് ടു ആണ് എഴുതുന്നതെങ്കിൽ ഡെൽറ്റ പി ബൈ പി എ സീറോ. സോ ഇതാണ് തന്നെ പി എ സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. ഇനി ഒരു ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉള്ള ഒരു ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു റോൾസ് ലോ അനുസരിച്ച് ടോട്ടൽ പ്രഷർ എത്രയാ? പി എസ് ഇസ് ഈക്വൽ ടു പി എ സീറോ എക്സ് എ പ്ലസ് പി ബി സീറോ എക്സ്. അപ്പോൾ ആഡ് ചെയ്ത് സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെങ്കിൽ അയാൾക്ക് അതിലേക്ക് കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ബിയുടെ പാർട്ട് നമ്മൾ എഴുതേണ്ട ആവശ്യം ഇല്ല, എ മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ നമുക്ക് റോൾസ് ലോയിൽ ബിയുടെ പാർട്ട് കട്ട് ചെയ്ത് പറയാം. പി എസ് എന്ന് പറയുന്നത് പി എ സീറോ എക്സ് എ മാത്രമേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി ചെയ്താൽ ഡെൽറ്റ പി ബൈ പി എ സീറോ ഇസ് ഈക്വൽ ടു പി എ സീറോ മൈനസ് പി എസിന് ഒരു എന്ത് ചെയ്യാൻ മതി? പി എ ചെയ്യാൻ മതി. പി എ ബൈ പി എ സീറോ. ദിസ് വിൽ ബി ഈക്വൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട്. സോ ജനറലി നമുക്ക് ഇങ്ങനെ പറയാം, ഡെൽറ്റ പി ബൈ പി എ സീറോ വിൽ ബി ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് ഇതിന്. ഒന്നാമത്തെ കാര്യം, ഡൈല്യൂട്ട് സൊല്യൂഷൻസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആയിട്ടാണ്, വോളറ്റൈൽ ആണെങ്കിൽ അത് ഒബേ ചെയ്യില്ല. മൂന്നാമത്തെ കാര്യം, ആ സൊല്യൂട്ട് അതിനുള്ളിൽ കിടന്ന് സൊല്യൂഷനുള്ളിൽ കിടന്ന് അസോസിയേറ്റ് ചെയ്യാനോ ഡിസോസിയേറ്റ് ചെയ്യാനോ പാടില്ല. അങ്ങനെ വന്നാലും ഇത് ഒബേ ചെയ്യില്ല. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അറിയില്ലാത്ത ഒരു സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മോളാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെൽറ്റ പി ബൈ പി എ സീറോ ഇസ് ഈക്വൽ ടു കൈ ബി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കൈ ബി എന്ന് പറഞ്ഞാൽ എന്താ? എൻ ബി ബൈ എൻ. എൻ ബി ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെയാണ്? മോളാർ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എങ്ങനെയാണ്? ഗിവൺ മാസ് ഓഫ് എ ബൈ മോളാർ മാസ് ഓഫ് എ. സോ അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇതിൽ ഓരോന്നും എന്താ? ദിസ് ഇസ് ഗിവൺ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, ദിസ് ഇസ് ഗിവൺ വെയിറ്റ് ഓഫ് സോൾവെന്റ്, ഇത് മോളാർ മാസ് ഓഫ് സോൾവെന്റ്, ഇത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. നമുക്ക് ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും റിലേറ്റീവ് ലോവറിംഗ് എക്സ്പെരിമെന്റ് വഴിയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എം ബി കണ്ടുപിടിക്കാം. ഇങ്ങനെ സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡ്സ്, ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എല്ലാം യൂസ് ചെയ്യുന്നത് സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനെ എം ബിയുടെ ടേംസിൽ എഴുതാം. കാര്യം നമുക്ക് എം ബി കണ്ടുപിടിക്കാനായിരിക്കും എപ്പോഴും ചോദിക്കാം. ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ, എം ബി കണ്ടുപിടിക്കാനായിരിക്കും ടെസ്റ്റ് ചോദിക്കുക കേട്ടോ. എം ബിയുടെ ടേംസിൽ വേണമെങ്കിൽ മാറ്റി എഴുതിയിട്ട് നിങ്ങൾക്ക് അത് കാണാതെ പഠിച്ചാലും മതി. അപ്പോൾ നേരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ കുഴപ്പമില്ല, ആ എം ബി പ്രത്യേകം എടുത്ത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയല്ലോ ആൻസർ. ഓക്കെ, അതുപോലെ അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. പേരിൽ തന്നെ ഉണ്ട്, ഒരു പ്യുവർ സോൾവെന്റിലേക്ക് നമ്മുടെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടും. ഇതാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഈ ഗ്രാഫ് നോക്കി, ഇവിടെ ടെമ്പറേച്ചർ ഓവർ വേപ്പർ പ്രഷറാണ് വരച്ചിരിക്കുന്നത്. ശരിക്കും ഒരു സാധനത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സോൾവെന്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ സോൾവെന്റിൻ്റെ വേപ്പർ പ്രഷർ എപ്പോഴാണോ എക്സ്റ്റേണൽ പ്രഷറിനെ മീറ്റ് ചെയ്യുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ 180 ആണെങ്കിൽ ഈ സോൾവെന്റ് 180 എത്തുന്നത് എപ്പോഴാണോ, ഏത് ടെമ്പറേച്ചറിലാണോ അതാണ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്. കണ്ടോ, അപ്പോൾ ഈ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി 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 കൂടി
പെർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ അത് 180 ml എത്തി. ആ ടെമ്പറേച്ചറാണ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്. ഇത് പ്യുവർ സോൾവെന്റിനാണ് ഈ വശം. ഈ ഗ്രാഫ് സൊല്യൂഷൻ്റെ ആണ്. അപ്പോൾ സൊല്യൂഷൻ അവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ, ഏതാ കൂടുതൽ? സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ കണ്ടോ. അപ്പം ബോയിലിംഗ് പോയിന്റ് എലിവേറ്റ് ചെയ്യപ്പെട്ടു സൊല്യൂഷൻ ആക്കിയപ്പോൾ. അപ്പോൾ ആ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എലിവേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ സൊല്യൂഷൻ്റെ കൂടുതൽ. അപ്പോൾ സൊല്യൂഷൻ്റെ നിന്ന് സോൾവെന്റിന്റെ മൈനസ് ചെയ്യണം. TB മൈനസ് TB0. ഇനി ടെക്നിക്കലി സയൻറ്റിസ്റ്റുകൾ പറയുന്നത് this change in boiling point, elevation in boiling point is directly proportional to molality of the solution. Molality ഓർമ്മയുണ്ടോ? ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഇത് മൊളാലിറ്റിയോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആണ് KB. KB is called as molar elevation constant അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി ഈ മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നതല്ലേ? ആ മൊളാലിറ്റിയുടെ ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. അപ്പോൾ KB ഇൻറ്റു മൊളാലിറ്റി എന്താ? WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA. മൊളാലിറ്റി ഓർക്കല്ലേ? ഗിവൻ വെയിറ്റ് ഓഫ് സോൾവെന്റിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഗ്രാമിലായതുകൊണ്ട് 1000 കൂടാണ്. സോ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷനായി. ഇതും MB കണ്ടുപിടിക്കാനായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ MBനെ ലെഫ്റ്റിലേക്ക് എടുക്കാൻ പറ്റും. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഓരോ ടേംസ് അറിയാമല്ലോ. KB എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അത് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതല്ല വാട്ടർ ആണെങ്കിൽ വാട്ടറിൻ്റെ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് നിങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ΔTB തന്നിട്ടുണ്ടാവും. WB വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, വെയിറ്റ് ഓഫ് സോൾവെന്റ്, ദെൻ 1000. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എലിവേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഗ്രാഫാണ് ഇത് കണ്ടോ. ഇത് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ്, ഇത് പ്യുവർ സോൾവെന്റ് ഫ്രീസിംഗ് പോയിന്റ് കണ്ടോ. സോൾവെന്റ് ആയപ്പോൾ ഫ്രീസിംഗ് പോയിന്റിന് ഡിപ്രഷൻ സംഭവിച്ചു. അപ്പോൾ ΔTF ചേഞ്ച് ഇൻ ഫ്രീസിംഗ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ΔTF0 അതായത് പ്യുവറിൻ്റെ മൈനസ് സൊല്യൂഷൻ്റെ. പ്യുവറിൻ്റെ അല്ലേ കൂടുതലാണ്. അപ്പോൾ പ്യുവറിൻ്റെ മൈനസ് സൊല്യൂഷൻ്റെ. അവിടുത്തെ പോലെ തന്നെ ΔTF ഇസ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ആണ്. അത് മാറ്റിയൊരു കോൺസ്റ്റന്റ് ഇപ്പോൾ KF. ഇപ്പോൾ KBക്ക് വരെ അവിടെ KF. അത് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇത് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്, ഓൾസോ കോൾഡ് ആസ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. എഗെയിൻ അവിടുത്തെ പോലെ തന്നെ മൊളാലിറ്റിയുടെ ഇക്വേഷൻ ഇവിടെ വിട്ടു കൊടുക്കാം. then അതിൽ നിന്ന് MB നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. രണ്ടും ഏകദേശം സെയിം ആണ്. ഇതിനും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. സോ ഇത് മൂന്നും കൂടെ നിങ്ങൾക്ക് എപ്പോഴും ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഓസ്മോട്ടിക് പ്രഷറും കൂടെ ഉള്ളത്, അതാണ് അടുത്തൊരു ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം. ഇതിന് കുറച്ച് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ 4ാമത്തെ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ഓസ്മോസിസ് എന്താണെന്ന് പറയുന്നത്. ഡിഫ്യൂഷനൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലോട്ട് പഠിച്ചിരിക്കുന്നത് ഇന്റർമിക്സിങ് ഓഫ് ഗ്യാസസ്, അതിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓസ്മോസിസ് നമ്മൾ നോർമലി പറയുന്നത് സോൾവെൻസിൻ്റെ കേസിലാണ്, അല്ലെങ്കിൽ സൊല്യൂഷനും സോൾവെൻറ്റും തമ്മിലാണ്. ഇപ്പോൾ രണ്ട് സൊല്യൂഷൻസ് നമ്മൾ എടുത്താൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സോൾവെൻറ്റ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതിനാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് സൊല്യൂഷൻസ് തമ്മിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്താൽ ആ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സോൾവെൻറ്റ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതിനാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. സെമി പെർമിയബിൾ മെംബ്രെയിൻ ആക്കാനുള്ള കാരണം തന്നെ അതാണ്. സൊല്യൂട്ട് മോളിക്യൂൾ പാസ് ചെയ്യാൻ പാടില്ല, സോൾവെൻറ്റ് മാത്രമേ പാസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എങ്ങനെ സോൾവെൻറ്റ് മോളിക്യൂൾസ് പാസ് ചെയ്യുക? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ആയിരിക്കും എപ്പോഴും പാസ് ചെയ്യുക. സോൾവെൻറ്റിൻ്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് സോൾവെൻറ്റിൻ്റെ ലോവർ കോൺസെൻട്രേഷനിലേക്ക്. ഓക്കെ, അല്ലാതെ സൊല്യൂഷൻ്റെ അല്ല നോക്കുന്നത്. സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എവിടെയാണ് കൂടുതലുള്ളത് അവിടെ നിന്ന് സൊല്യൂഷൻ സൈഡിലേക്കായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു സൊല്യൂഷനും പ്യുവർ സോൾവെൻറ്റും കൂടി എടുക്കുന്നെങ്കിൽ പ്യുവർ സോൾവെൻറ്റിൻ്റെ അവിടെ ആയിരിക്കില്ലേ സോൾവെൻറ്റിൻ്റെ മോളിക്യൂൾസ് കൂടുതൽ. സൊല്യൂഷൻ്റെ അവിടെ സോൾവെൻറ്റ് മോളിക്യൂൾസ് കുറവായിരിക്കില്ലേ, കാരണം അതിന് കുറച്ച് ഭാഗം സൊല്യൂട്ട് ഒക്കുപ്പൈ ചെയ്ത് പോകുമല്ലേ. അപ്പോൾ ഒരു പ്യുവർ സോൾവെൻറ്റ് ഒരു സൈഡിലും സൊല്യൂഷൻ വേറെ സൈഡിലും നമ്മൾ എടുത്താൽ സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് ആയിരിക്കും ഓസ്മോസിസ് നടക്കാം. സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് ഓസ്മോസിസ് നടന്നുകൊണ്ടിരിക്കും. ആ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൊല്യൂഷൻ സൈഡിൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യണം അല്ലേ. സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷൻ സൈഡിലേക്ക് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സൊല്യൂഷൻ സൈഡിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യണം. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ക്ലിയർ ആണ് ഓസ്മോട്ടിക് പ്രഷർ? അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ദ പ്രഷർ ദാറ്റ് ഈസ് ടു ബി അപ്ലൈഡ് ടു ദി സൊല്യൂഷൻ സൈഡ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഓസ്മോസിസ്. ഓസ്മോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻ സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ പൈ. പൈ ആണ് അത് വിളിക്കുന്നത്. ആൻഡ് സയൻസിസ്റ്റുകൾ പറയുന്നു ദിസ് പൈ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ആസ് വെൽ ആസ് ദ ടെമ്പറേച്ചർ. കോൺസെൻട്രേഷനും ടെമ്പറേച്ചറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഈ പൈ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു എന്തെന്ന് ഒരു കോൺസ്റ്റന്റ് അറിയാം. ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് ആർ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആർ. നിങ്ങൾ തെർമോഡൈനാമിക്സിലൊക്കെ പഠിച്ചതല്ലേ, അതാണ് ഇവിടെ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ്. ദെൻ വാട്ട് ഇസ് കോൺസെൻട്രേഷൻ?
ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇൻ യൂണിറ്റ് വോളിയം. സോ സിക്ക് വരെ നമുക്ക് എന്ത് എഴുതാം, N/V എഴുതാം. ഈ വി ലെഫ്റ്റിലേക്ക് എടുത്തേ. സോ ∅V = nRT. ഇതാണ് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ. ഇനി എന്നിന് പകരം നമുക്ക് എന്താ എഴുതാം, എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. സോ ഇതിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം, NB കണ്ടുപിടിക്കാം. NB കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എല്ലാം യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ NB കണ്ടുപിടിക്കാനാണ് ഇതും യൂസ് ചെയ്യുന്നത്. ഇനി അതിൽ പഠിക്കേണ്ട ഒരു ടേം ഐസോടോണിക് സൊല്യൂഷൻ എന്താണ്. പേരിൽ തന്നെ കിട്ടും. ഐസോ എന്ന് പറഞ്ഞാൽ എന്തോ സെയിം ആണെന്നാണ്. ഐസോ മീൻസ് സെയിം എന്നാണ്. ഐസോടോണിക് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ. ഒരേ ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോണിക് സൊല്യൂഷൻസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ∅1 = ∅2. ഒരു സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ ∅1 മറ്റേത് ∅2 ആണെങ്കിൽ ∅1ഉം ∅2ഉം സെയിം ആയാൽ നമ്മൾ ആ സൊല്യൂഷനെ ഐസോടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. അപ്പോൾ ∅1ൻ്റെ ∅2ൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ W1/m1v1 = W2/m2v2. ഇത് എന്തെങ്കിലും കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ യൂസ് വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ രണ്ട് സൊല്യൂഷൻസിന് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ഐസോടോണിക് എന്ന് പറയും. എപ്പോഴും അങ്ങനെ സെയിം ആവുന്നില്ല, ചിലപ്പോൾ ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും വരുമല്ലോ. രണ്ടുപേരിൽ ഓസ്മോട്ടിക് പ്രഷർ കൂടിയ സൊല്യൂഷനെ നമ്മൾ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്നും ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞ സൊല്യൂഷനെ നമ്മൾ ഹൈപ്പോടോണിക് എന്ന് പറയും. ഓക്കെ, ഹൈപ്പർ മീൻസ് കൂടുക എന്നുള്ള, ഹൈപ്പർ ടെൻഷൻ, ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ആളെന്നൊക്കെ നമ്മൾ പറയും. സോ ഹൈപ്പർ ടോണിക് എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ കൂടിയ സൊല്യൂഷൻ, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു, ഹൈപ്പോ തൈറോയിഡിസം ഒക്കെ ആയിട്ടുള്ളത് കുറവ്. അപ്പോൾ ഹൈപ്പോടോണിക് എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞ സൊല്യൂഷൻ. ഓക്കെ, അത് ആ ഡെഫിനേഷൻ ഓർത്തിരിക്കാം. ഇതൊന്ന് പ്രത്യേകം ഓർത്തിരിക്കണം, ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ബ്ലഡ് സെൽസ് ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ, അതായത് ഓസ്മോട്ടിക് പ്രഷർ കൂടിയ സൊല്യൂഷനിൽ നമ്മൾ ഇട്ട് വെച്ചാൽ ബ്ലഡ് സെൽസ് ചുരുങ്ങിപ്പോകും. നമ്മൾ ഈ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് ചുരുങ്ങി പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ആ പ്രോസസ്സിന് നമ്മൾ പ്ലാസ്മോളിസിസ് എന്ന് വിളിക്കാം. ഓക്കെ, തിരിച്ച് ബ്ലഡ് സെൽസ് ഹൈപ്പോടോണിക് സൊല്യൂഷനിലാണ് ഇട്ട് വെക്കുന്നത്, സ്വെല്ലിങ്, നമ്മൾ റൈസിൻസ് അതുപോലെ മറ്റേ കടലാപ്പരിപ്പ് അതെല്ലാം വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ വീർത്ത് വരുന്നത്, അതുപോലെ ഹൈപ്പോടോണിക് സൊല്യൂഷനിൽ അവർ സ്വെല്ലിങ്, അതിനെ വിളിക്കുന്ന പേരാണ് ഹീമോളിസിസ്. ഹീമോളിസിസ് എന്താ പ്ലാസ്മോളിസിസ് എന്താന്ന് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും ഓർത്ത് വയ്ക്കാം. ഹൈപ്പർടോണിക്കിൽ പ്ലാസ്മോളിസിസും ഹൈപ്പോടോണിക്കിൽ ഹീമോളിസിസും. പ്ലാസ്മോളിസിസ് ബ്ലഡ് സെൽസ് ഷ്രിങ്ക് ചെയ്യുന്നതും ഹീമോളിസിസ് ബ്ലഡ് സെൽസ് സ്വെല്ല് ചെയ്യുന്നതുമാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മുടെ ഓസ്മോട്ടിക് പ്രഷറാണ്. എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, അത് റൂം ടെമ്പറേച്ചർ തന്നെ നമുക്ക് മെഷർ ചെയ്യാം. ഇപ്പോൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിലും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണെങ്കിലും റിലേറ്റീവ് ലോവറിംഗ് ഓഫ് എയർ പ്രഷർ ആണെങ്കിലും നമുക്ക് ടെമ്പറേച്ചർ തോന്നിയ ടെമ്പറേച്ചറിൽ പറ്റില്ല. ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിന് കൊണ്ടുണ്ട് നല്ല ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റൊക്കെ എത്തുള്ളൂ. പക്ഷേ ഓസ്മോട്ടിക് പ്രഷർ അങ്ങനെയല്ല, നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ചെയ്യാം. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും നിൽക്കണ്ടല്ലോ. രണ്ടാമത്തത് വലിയ വലിയ മോളിക്യൂൾസ്, പോളിമേഴ്സ്, മാക്രോ മോളിക്യൂൾസ് അതുപോലെയുള്ള മോളിക്കുലർ മാസ് കൂടിയ ആൾക്കാർക്ക് നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിക്കാം. അതെന്താ അവർക്കൊന്നും മറ്റത് ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെയും ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ. എല്ലാത്തിൻ്റെയും ഇക്വേഷനിൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഡിനോമിനേറ്ററിലാണ്. മോളാർ മാസ് കൂടുമ്പോൾ ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറവാണ് നമുക്ക് കിട്ടുള്ളൂ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ഭയങ്കര കുറവായിരിക്കും മോളാർ മാസ് ഭയങ്കര കൂടിയ കോമ്പൗണ്ട്സ്. അപ്പോൾ നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ ഓസ്മോട്ടിക് പ്രഷർ അങ്ങനെ ഒരു പ്രശ്നമില്ല. എത്ര വലിയ കോമ്പൗണ്ട് എടുത്താലും നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ കിട്ടും. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇനി നമ്മൾ മുമ്പ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പറഞ്ഞില്ലേ, ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാനോ ഡിസോസിയേറ്റ് ചെയ്യാനോ പാടില്ല എന്ന്. പക്ഷേ എപ്പോഴും അങ്ങനെ അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കാതിരിക്കുന്നത് നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ അസോസിയേഷനും ഡിസോസിയേഷനും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി ഒബ്സർവ് ചെയ്ത് കിട്ടുന്ന മാസ് കറക്റ്റ് ആയിരിക്കില്ല. അങ്ങനെയാണ് നമ്മൾ അബ്നോർമൽ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്, നോർമൽ അല്ലാത്ത മോളിക്കുലർ മാസ്. സപ്പോസ് നമ്മുടെ സൊല്യൂട്ട് ഡിസോസിയേഷൻ ആണ് നടത്തുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ NaCl വെള്ളത്തിലിട്ടാൽ Na+ഉം Cl- ആവും അല്ലേ. അങ്ങനെ ഡിസോസിയേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന മോളാർ മാസ് നോർമലിനേക്കാൾ കുറവായിരിക്കും. കാരണം അത് ഡിസോസിയേറ്റ് ചെയ്ത് പോയില്ലേ, ഒബ്സർവ് ചെയ്യുന്നത് വിൽ ബി ലെസ് ദാൻ നോർമൽ. തിരിച്ച് അസോസിയേഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ് ഇൻ ബെൻസീനിൽ അസറ്റിക് ആസിഡൊക്കെ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അവർ ഡൈമർ ആവും, രണ്ടുപേര് കമ്പൈൻ ചെയ്യും. അങ്ങനെ അസോസിയേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ ഒബ്സർവ്ഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ നോർമൽ. അപ്പോഴാണ് സയന്റിസ്റ്റ് വാൻ ഹോഫ് ഒരു ഐഡിയ കൊണ്ട് വന്നത്, ഈ അബ്നോർമൽ മോളിക്കുലർ മാസിന് ഒരു ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ആ ഫാക്ടർ കൊണ്ട് എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഇറഗുലാരിറ്റി അല്ലെങ്കിൽ ഒരു കറക്റ്റ് അല്ലാത്ത ആ ഒരു വാല്യൂ നമുക്ക് ക്ലാരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി കണ്ടുപിടിച്ച ഫാക്ടറാണ് വാൻ ഹോഫ് ഫാക്ടർ. സയന്റിസ്റ്റിന്റെ പേര് തന്നെയാണ്.
വാൻ ഹോഫ് ഫാക്ടർ ഐ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീനെ നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഐ കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളാർ മാസും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇത് തന്നെ മോളാർ മാസ് വെച്ച് എഴുതുവാണെങ്കിലോ ഒബ്സർവ്ഡ് ബൈ നോർമൽ നിരത്തിരി, കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പം നോർമൽ ബൈ ഒബ്സർവ്, നോർമൽ മോളാർ മാസ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, എന്നിട്ട് മറ്റൊരു തിരിച്ചെഴുതിയാൽ മതി. ബോർഡ് എക്സാമിനായതുകൊണ്ട് ഏതെങ്കിലും എഴുതിയാൽ മതി, മാർക്ക് തരും. ഓക്കെ, ഇന്നതിൻ്റെ ടേംസിൽ തന്നെ എഴുതാമെന്ന് പറയുകയാണെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ടേംസിൽ പഠിക്കുക, അത് തിരിച്ചാണ് മോളാർ മാസിൻ്റെ ടേംസിൽ നിന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അസോസിയേഷൻ ആണ് നടക്കുന്നതെങ്കിൽ എപ്പോഴും ഐ ലെസ് ദാൻ വേണം, ഡിസോസിയേഷൻ ആണ് നടക്കുന്നതെങ്കിൽ എപ്പോഴും ഐ ഗ്രേറ്റർ ദാൻ വേണം. ഓക്കെ, ഈ വാൻ ഹോഫ് ഫാക്ടർ ഐയും കൂടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ അബ്നോർമൽ മോളിക്കുലർ മാസ് കാരണം ഉണ്ടാകുന്ന കറക്ഷൻ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. സമ്മറി ആണെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ഇതൊക്കെയാണ്. അത്യാവശ്യം എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സൊല്യൂഷൻസ് ചാപ്റ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റോൾസ് ലോയിനൊക്കെ മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. മിക്ക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയാലും കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരാം കേട്ടോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. പിന്നെ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ റിക്വസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.